എൻ്റെ മലയാളം ബജറ്റ് എന്ന് പറയുന്നത് എനിക്കൊരു ലിമിറ്റേഷനുണ്ട്. ഞാൻ ഏറ്റവും വലിയൊരു സിനിമ ചെയ്ത് 10 കോടി രൂപയുടെ 1971 10-20 ടാങ്കുകൾ കൊണ്ടുവന്നിരിക്കും. അത് എൻ്റെ ഇൻഫ്ലുവൻസ് വെച്ചുകൊണ്ടും പട്ടാളത്തിന് എനിക്കറിയാം ആ ട്രെയിനിങ് സമയത്ത് ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടും അത് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റി. നേരെ ആ 20 ടാങ്ക്സിന് ശരിക്ക് ഞാൻ ഡിമാൻഡ് ചെയ്ത് എൻ്റെ ഷൂട്ടിങ്ങിന് വിളിച്ചിരുന്നെങ്കിൽ കോടികൾ പോകും. അപ്പോൾ എനിക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്കിവിടെ അങ്ങനെയുള്ളൊരു മാർക്കറ്റില്ല. കൊതിപ്പിക്കുന്നുണ്ടോ അങ്ങനെ സിനിമകൾ? ഓഫീസ്ലി നമുക്കെല്ലാവർക്കും അതല്ലേ പറഞ്ഞ ചില ആക്ഷൻസ് രാജുവിൻ്റെ ചെയ്തിട്ടുള്ളത് ഞാൻ പറഞ്ഞതല്ലത്. അത് നമുക്ക് ആഗ്രഹമുണ്ട്, അങ്ങനെ പൈസ നമുക്ക് കിട്ടുമെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അങ്ങനെയില്ലെങ്കിൽ വിടുക, പിന്നെ എന്തെങ്കിലും വരുമായിരിക്കും. അത് വരുന്ന സമയത്ത് നമുക്ക് ചെയ്യാം. ഇല്ലേ ഇങ്ങനെയൊക്കെയാണ് പോട്ടേന്ന്. ഇനി സിനിമ ചെയ്യാൻ പറ്റിയില്ലേ എങ്കിലും എനിക്കൊരു പ്രശ്നമില്ല. കാരണം എനിക്ക് കെട്ടിച്ചു കൊടുക്കാൻ പെൺപിള്ളേരില്ല, എൻ്റെ ഒരു കടബാധ്യതയില്ല എന്നുള്ളതെല്ലാം എൻ്റെ മോനുള്ളതാണ്, ഭാര്യയ്ക്കുള്ളതാണ്. അപ്പോൾ ഞാൻ അവരോടും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, മോനെ അച്ഛൻ ഇരിക്കുന്നിടത്തോളം കാലം നീ സ്വന്തം കാലിൽ നിൽക്കാൻ നോക്കിക്കോ, ഇല്ലെങ്കിൽ പെട്ടെന്ന് പ്രാർത്ഥിച്ചോ അപ്പുറം ഒന്ന് പെട്ടെന്ന് വടിയാവണം, എന്നിട്ട് ഈ സ്വത്ത് മുഴുവൻ എനിക്ക് കിട്ടണമെന്നുള്ളത്. അതല്ല എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ അതിന് മുമ്പ് ഞാനൊന്നും എഴുതി തരില്ല. നീ പ്രാർത്ഥിച്ചോടാ, ഒത്തിരുന്ന് പ്രാർത്ഥിക്കുക, പെട്ടെന്ന് വടിയാവട്ടെന്ന് ഈ പ്രോപ്പർട്ടി എനിക്ക് കിട്ടുമല്ലോ. അതിന് മുന്നേ ഞാൻ എഴുതി തന്നിട്ട് നിനക്ക് സ്നേഹം കാണിക്കാനൊന്നും അത്ര മണ്ടനല്ല.